ഹലോ വെൽക്കം ടു anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗിറ്റബിൽ നമുക്ക് മറ്റുള്ളവരുടെ കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, അവരെ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഫുൾ സ്റ്റേജ് നമ്മൾ പറയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ പ്രോഗ്രാം റിലേറ്റഡ് ആയുള്ള ടോപ്പിക്സ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഡ് റിലേറ്റഡ് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയ ടോപ്പിക്സ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതിന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഞാൻ പുതിയ വല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അറ്റ് എ ടൈമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഗിറ്റബ് അക്കൗണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിറ്റബ് അക്കൗണ്ട് എടുത്തു. ഞാൻ ഓൾറെഡി എൻ്റെ ഗിറ്റബ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഗിറ്റബ് അക്കൗണ്ട്. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് github.com അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു റിപ്പോസിറ്ററിയോ എൻ്റെ ഡെമോ എന്ന് പറഞ്ഞിട്ട് റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുള്ളൂ, ശരിയല്ലേ. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത്, ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഞാൻ വേറൊരു യൂസറാണ്, അനൂപ് പാണ്ഡ്യശാല എന്ന് പറയുന്നത് എൻ്റെ ഒറിജിനലാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു യൂസറാണല്ലേ. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ റിപ്പോസിറ്ററി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ അതിൽ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ റിപ്പോസിറ്ററി കാണാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ യൂട്യൂബ് സി ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ. ഞാൻ അത് എൻ്റെ അടുത്തുള്ള സംഭവങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ട്യൂട്ടോറിയൽസിൻ്റെ സി ട്യൂട്ടോറിയലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ഫയൽസ് എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എനിക്കത് ആവശ്യമുണ്ട് എന്ന രീതിയിലാണെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് സിപ്പ് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കലി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡൗൺലോഡ് സിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ടല്ല അത് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ യൂസറിനോട് ഇന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ട് തന്നെ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കാണാൻ പറ്റില്ല, HTTPS എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെലക്ട് ഓൾ കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. സെലക്ട് ഓൾ കൊടുത്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കിട്ടും, ശരിയല്ലേ. അപ്പോൾ ഈ അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അഡ്രസ്സ് വെച്ചിട്ടാണ്, നമ്മുടെ ഈ റിപ്പോസിറ്ററിയുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് കിട്ടും, ഒരു ഗിറ്റബിൻ്റെ ഒരു റിപ്പോസിറ്ററി അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ലോക്കലി അതിനെ കൊണ്ടുവരിക. ഓക്കെ, ലോക്കലി എങ്ങനെയാണ് ക്ലോൺ ചെയ്യുക, ഈ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഇയാളുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, റിപ്പോസിറ്ററി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ യൂസ് ചെയ്യണം. ഒരു ഗിറ്റബ് റിപ്പോസിറ്ററി ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഗിറ്റബ് ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ അടിക്കുക git clone. ഓക്കെ, git clone എന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് HTTPS ഈ കാര്യങ്ങളുണ്ടല്ലോ, github.com/anoopandeyashala/youtube c-tutorial.git എന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു വിചാരിക്കുക. അപ്പോൾ ഇത് പബ്ലിക് ആയിട്ടുള്ള റിപ്പോസിറ്ററി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഡൗൺലോഡ് ആയി. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് സി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സംഭവം കാണാല്ലേ. അതായത് ഇതിൻ്റെ പേരിലുള്ള ഇതെന്താണ് നമ്മൾ കൊടുത്തത്, അതേപോലുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ CD യൂട്യൂബ് സി ട്യൂട്ടോറിയൽ എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അവിടെ നിന്നുള്ള അവിടെ എല്ലാ ഫയൽസും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഗിറ്റബ് റിപ്പോസിറ്ററി നമ്മൾ ലോക്കലി ഗിറ്റബ് റിപ്പോസിറ്ററി ആയിട്ട് തന്നെ ക്ലോൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗിറ്റബ് റിപ്പോസിറ്ററി ആണെന്ന് മനസ്സിലാവും. ഇവിടെ .git എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, സാധനം ഉണ്ടല്ലേ, ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഗിറ്റബ് റിപ്പോസിറ്ററി ആയിട്ട്, ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ട് തന്നെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഗിറ്റ് ക്ലോൺ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര കാലം നമ്മൾ ക്ലോണിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല, എന്താണ് ക്ലോൺ എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിറ്റ് റിപ്പോസിറ്ററിയുടെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ട് തന്നെ അതിനെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് ക്ലോൺ. അതിനെ ക്ലോൺ ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക, അതാണ് ക്ലോൺ ചെയ്യുക. ക്ലോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു കോപ്പി എന്നല്ല അർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക, അതേപോലെ ഒരു അർത്ഥം വരുന്ന സംഭവമാണ് ഗിറ്റ് ക്ലോൺ എന്ന് പറയും. അപ്പോൾ ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഗിറ്റബ് റിപ്പോസിറ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിറ്റ് റിപ്പോസിറ്ററിയുടെ ലോക്കൽ കോപ്പി നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ഗിറ്റബ് റിപ്പോസിറ്ററി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ആളുടെ, ഇപ്പോൾ അനൂപ് പാണ്ഡ്യശാല പറഞ്ഞ ഒരാളുടെ ഗിറ്റബ് റിപ്പോസിറ്ററി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇതിൽ ലോക്കലി ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഈ ഗിറ്റബ് റിപ്പോസിറ്ററിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് ആളോട് എനിക്ക് എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റണം എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഞാനിവിടെ പോവുക. അതിനുശേഷം
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ആളുടെ ഗിറ്റബ് റിപ്പോസിറ്ററി ശരിയല്ലേ. അപ്പോൾ ഈ ഗിറ്റബ് റിപ്പോസിറ്ററിയിൽ കാണാൻ പറ്റും, മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഫോർക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും അല്ലേ ശരിയല്ലേ. അപ്പോൾ ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ആളുടെ ഈ റിപ്പോസിറ്ററിനെ നമ്മുടെ ഗിറ്റബിലോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അതിനോട്ട് ഒരു കോപ്പി ഉണ്ടാക്കുക, എൻ്റെ ഗിറ്റബ് റിപ്പോസിറ്ററിയിലോട്ട് കോപ്പി ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ആളുടെ ഇതാണ് അനൂപ് പാണ്ഡ്യശാല പറഞ്ഞ ആളുടെയാണ് ശരിക്കും ഇതല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് എൻ്റെയിലേക്ക് ഒരു കോപ്പി ഉണ്ടാക്കണം വെച്ചാൽ ഈ എൻ്റെയിലേക്ക് ഒരു കോപ്പി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കമാൻഡാണ് ഈ ഫോർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഫോർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഫോർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഓൾറെഡി ഒരു രീതി കാണിക്കാനുണ്ടോ, യു ഷുഡ് ടേക്ക് എ ഫ്യൂ സെക്കൻഡ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഫോർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അനൂപ് പാണ്ഡ്യശാല ബാർ യൂട്യൂബ് സി ട്യൂട്ടോറിയൽ അല്ലേ. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും അനൂപ് കെഫാസ് ബാർ യൂട്യൂബ് സി ട്യൂട്ടോറിയൽ ശരിയല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അനൂപ് പി ഇതാണോ, ഇത് ഫോർക്ക് ചെയ്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫോർക്കിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും ശരിയല്ലേ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഇതെടുത്ത് കഴിഞ്ഞാൽ അനൂപ് github.com എൻ്റെ യൂസർ നെയിം ബാർ യൂട്യൂബ് സി ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫോർക്ക് ചെയ്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർക്ക്ഡ് ഫ്രം അനൂപ് പാണ്ഡ്യശാല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ ഗിറ്റബ് റിപ്പോസിറ്ററിയിലുള്ള സാധനത്തിനെ നമ്മളുടെ റിപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്യുക. ഇനി ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എഡിറ്റ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഫോർക്ക് ചെയ്യാൻ പഠിച്ചില്ലേ. ഫോർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും, ജസ്റ്റ് നമ്മുടെ ഗിറ്റബിലോട്ട് വേറൊരാളെ ഗിറ്റബ് റിപ്പോസിറ്ററിയുടെ ഒരു കോപ്പി ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ഇപ്പോൾ നമ്മളൊരു റിപ്പോസിറ്ററിയുടെ ഈ ആളുടെ എന്ത് ചെയ്തു, അതേ റിപ്പോസിറ്ററിയുടെ കോപ്പി ഇവിടെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യിച്ചാൽ ഈ ഗിറ്റബ് റിപ്പോസിറ്ററിനെ എന്ത് ചെയ്യും, ഞാൻ ക്ലോൺ ചെയ്യും. അതായത് എൻ്റെ ഇത് വെച്ചിട്ട് ക്ലോൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്ലോൺ ആണ് ചെയ്യാൻ ഈ അഡ്രസ്സ് കിട്ടും, കോപ്പി ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ ക്ലോൺ ചെയ്യാൻ പറ്റും. ക്ലോൺ ചെയ്തതിനു ശേഷം എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ പുഷ് ചെയ്യും. അതായത് എൻ്റെ അക്കൗണ്ടിലോട്ട് പുഷ് ചെയ്യും. അതിനുശേഷം ആണ് ഇപ്പോൾ പുഷ് ചെയ്ത ലേറ്റസ്റ്റ് ചേഞ്ച് ഞാൻ എന്ത് ചെയ്യും, ഇയാൾക്ക് ഒരു റിക്വസ്റ്റ് അയക്കും. അതായത് ഇപ്പോൾ ഞാൻ പുതിയൊരു സാധനം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്താണ്ടെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ആൾക്ക് ഞാൻ മാറ്റം വരുത്തിയത് ആൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതും ആളുടെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, അതിനെ മെർജ് ചെയ്യാന്ന് പറയും. ഓക്കെ, അതല്ലെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്റ്റ് ചെയ്യാൻ പറ്റും. അത് ആളുടെ ഇഷ്ടമാണ്. ഓക്കെ, ആ യൂസറുടെ ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. ബൈ.